ഹായ് ഓൾ, വെരാന്ത റേസിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷിയാസ്. ഞാൻ റീസണിംഗ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. റീസണിങ്ങിലെ കലണ്ടർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കലണ്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SSC, RRB, ബാങ്ക് എക്സാംസ് ഇതിനെല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത് കലണ്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് കലണ്ടറിൻ്റെ വേരിയസ് ടോപ്പിക്സ്, വേരിയസ് സെഷൻസ്, വേരിയസ് എന്തൊക്കെയാണ് കലണ്ടറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അതെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ എന്താണ് കലണ്ടർ എന്ന് പറയുന്നത്? എന്താണ് കലണ്ടർ? എല്ലാവർക്കും അറിയാം, കലണ്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ബേസിക്കലി നമ്മുടെ ഏതാണ് ഡേ അല്ലെങ്കിൽ എന്താണ് ഡേറ്റ്, ഡേ എന്താണെന്നറിയാൻ, ഡേറ്റ് എന്താണെന്നറിയാൻ, ഇയർ എന്താണെന്നറിയാൻ, അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് എന്തെന്ന് പറയുന്നത് കലണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ കലണ്ടറിൽ നമുക്ക് വേരിയസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് എല്ലാവരും കലണ്ടറിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്ക് വരുന്ന ഏറ്റവും ബേസിക് ചോദ്യമാണ് കലണ്ടറിൽ എന്താണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാൻ വരുന്നത്. ഓക്കെ, കലണ്ടർ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിൽ ഡേ എന്താണ്, മന്ത് എന്താണ്, വീക്ക് എന്താണ്, ഇയർ എന്താണ്, ഇവിടം തൊട്ടാണ് നമ്മൾ ബേസിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഡേ എന്താണ്? ഒരു ഡേ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ 7th പാർട്ട് ഓഫ് എ വീക്ക്. ഒരു വീക്കിൻ്റെ 7th പാർട്ടാണ് എന്തെന്ന് പറയുന്നത് ഒരു ഡേ എന്ന് പറയുന്നത്. ഒരു ആഴ്ച, ഒരു വീക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ദിവസം ഒരു വീക്കിലുള്ള? ഒരു വീക്കിൽ 7 ദിവസമാണ് ഉള്ളത് അല്ലേ? ആ 7 ദിവസത്തിലെ ഒരു ദിവസമാണ്, ആ 7 ദിവസം വരുമ്പോഴത്തേക്കാണ് ഒരു വീക്ക് ഫോം ചെയ്യുന്നത്. ആ 1/7 പാർട്ട് ഓഫ് എ വീക്കാണ് എന്തെന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡേ. അതുപോലെ ഒരു വീക്കിനെ പറ്റി നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ 52 വീക്ക് വരുമ്പോഴത്തേക്കാണ് ഒരു ഇയർ ആവുന്നത് അല്ലേ? 52 ആഴ്ചകൾ ചേരുമ്പോഴത്തേക്കാണ് ഒരു ഇയർ ആവുന്നത്. അതെങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്നത്? ടോട്ടൽ ഒരു വർഷം എന്ന് പറയുന്നത് എത്ര ഡേയ്സ് ഉണ്ട്? 365 ഡേയ്സ് ആണ് എന്തെന്ന് പറയുന്നത് ഒരു വർഷം എന്ന് പറയുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ എന്താ വരുന്നത്? 366 ഡേയ്സ്. ലെറ്റ് ഇറ്റ് ബി. അത് ലീപ്പ് ഇയറും നോൺ ലീപ്പ് ഇയറും ഫൈൻ. 365 ആയാലും 366 ആയാലും വെൻ വി ഡിവൈഡ് ദ ഹോൾ ഡിവൈഡഡ് ബൈ എത്ര ദിവസം ചേരുമ്പോഴത്തേക്കാണ് നമുക്കൊരു ഒരു വീക്ക് എന്ന് പറയുന്നത്? 7 ദിവസം കൂടുമ്പോഴാണ് ഒരു വീക്ക് എന്ന് പറയുന്നത്. 7 5s are 35, 1 5, 7 2s are 14, റിമൈൻഡർ 1. 366 നമ്മൾ 7 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ വരുന്നത്? കൃത്യമായിട്ട് തന്നെ ഡിവൈഡഡ് ബൈ 7 അടിക്കുമ്പോൾ 52 തന്നെ വരും. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ ആണോ? ശരി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഒരു വർഷത്തിൽ മൊത്തം നമുക്ക് എത്ര വീക്കാണ് വരുന്നത്? 52 ആഴ്ചകളാണ് നമുക്ക് വരുന്നത്. മന്ത്, എത്ര മന്ത് കൂടുമ്പോഴത്തേക്കാണ് ഒരു ഇയർ ആവുന്നത്? 12 മന്ത് കൂടുമ്പോഴത്തേക്കാണ് ഒരു ഇയർ ആവുന്നത്. എത്ര മന്താണ്? 12 മന്ത്. അപ്പം ബേസിക്കലി കലണ്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫണ്ടമെന്റൽ ബേസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡേ, വീക്ക്, മന്ത്, ഇത് ഫുള്ള് കാര്യങ്ങൾ നമ്മൾ നല്ല ക്ലാരിറ്റി ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ബേസ് ലെവലിൽ നിന്ന് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇയറിൻ്റെ കാര്യം നമ്മൾ ഒന്ന് തുടക്കം വിട്ടായിരുന്നു അല്ലേ? 52 ആഴ്ചകൾ ചേരുമ്പോഴത്തേക്കാണ് ഒരു ഇയർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും 52 വീക്ക് വരുമ്പോഴത്തേക്കാണ് ഒരു ഇയർ. പിന്നെ അതേപോലെ ഒരു വർഷം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എന്തൊക്കെയാണ് വരുന്നത്. അതിൻ്റെ അകത്ത് ഓർഡിനറി ഇയറും ഉണ്ട്, ലീപ്പ് ഇയറും ഉണ്ട്. എന്തൊക്കെയാണ് വരുന്നത്? ഓർഡിനറി ഇയറും ലീപ്പ് ഇയറും. എന്താണ് ഈ ഓർഡിനറി ഇയർ എന്ന് പറയുന്നത്? നമ്മൾ സാധാ വർഷങ്ങൾ. നമുക്ക് ഏതൊക്കെ വർഷങ്ങളാണ് നമുക്ക് സാധാരണ വർഷങ്ങളെന്ന് പറയുന്നത്? അതായത് സിമ്പിൾ കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറയാണ്, അതായത് ഒരു ഫെബ്രുവരി 28 വരെ മാത്രമുള്ള ഡേയ്സ് ആണ് എന്തെന്ന് പറയുന്നത് ഒരു ഓർഡിനറി ഇയർ എന്ന് പറയുന്നത്. ഫെബ്രുവരി 28. അപ്പോൾ ലീപ്പ് ഇയർ എന്ന് പറയുമ്പോഴത്തേക്കോ ഫെബ്രുവരി 29 കൂടെ വരുമ്പോഴത്തേക്കാണ് അവിടെ എന്തെന്ന് പറയുന്നത് ലീപ്പ് ഇയർ. ഒരു ഓർഡിനറി ഇയറിൽ നമുക്ക് മൊത്തമുള്ള ഡേയ്സ് എന്ന് പറയുന്നത് 365. നേരത്തെ പറഞ്ഞായിരുന്നു. ഒരു ലീപ്പ് ഇയറിൽ നമുക്ക് ടോട്ടൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 366 ഡേയ്സ്. മനസ്സിലാവുന്നുണ്ടോ? 365 ഡേയ്സ്. ആ 366 ഡേയ്സ് എങ്ങനെ വന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി നമ്മൾ ആദ്യത്തെ, അതായത് കലണ്ടർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ വളരെ നിലവാരമുള്ള ഒരു ചോദ്യമാണ് എന്തെന്ന് പറയുന്നത് ഒരു വർഷം ലീപ്പ് ഇയർ ആണോ നോൺ ലീപ്പ് ഇയർ ആണോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, ഇത് ഞാനൊന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു കോൺസെപ്റ്റിലോട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞുതരാം. സെഞ്ചുറി ഇയേഴ്സ് വരുമ്പോൾ എങ്ങനെയാണ് ലീപ്പ് ഇയർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോർമലി നോക്കാം. ഇപ്പം നോർമലി നിങ്ങളോട് പറയുകയാണ് 2000, നമുക്ക് ഈ വർഷം നോക്കാം. 2025 എന്താണ്? 2025
ഒന്നുമില്ല. നമുക്ക് ലീപ്പ് ഇയർ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് വേറെ ഒരു കാര്യങ്ങളും ഇല്ല. ജസ്റ്റ് ഡിവൈഡഡ് ബൈ 4 അടിക്കുക. ജസ്റ്റ് ഡിവൈഡ് ബൈ 4 അടിക്കുക. 4ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ അറിയാവുന്നവർ അങ്ങനെ നോക്കിയാലും മതി. അതല്ലെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ബൈ 4 അടിക്കുക. റിമൈൻഡർ 0 കിട്ടുന്നുണ്ടോ നോക്കുക. 4 എന്തായാലും നമുക്ക് നോക്കുമ്പോഴേ അറിയാം റിമൈൻഡർ 0 വരില്ല, കാരണം ഡിവിസിബിൾ അല്ല. 25 അല്ലേ ലാസ്റ്റ്. 4 5s are 20. താഴെ റിമൈൻഡർ 2 0 0 2 5. 6 4s are 24. റിമൈൻഡർ വരുന്നുണ്ട് 1. 4 ഡിവിസിബിൾ അല്ലേ? ഈ സംഭവം എന്തല്ല? ലീപ്പ് ഇയർ അല്ല. ഓക്കെ, നമുക്കിനി കഴിഞ്ഞ വർഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 2024. ഒബ്വിയസ്ലി ഞാൻ ഇത്ര ഡെപ്ത് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. 4ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്തായാലും എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. 4ന്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? ഒന്നുകിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്പറിന്റെ ലാസ്റ്റ് 2 0 ആയിരിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് എന്തായിരിക്കാം? 2 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം ലാസ്റ്റ് വന്നേക്കുന്ന 2 നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ 24 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ഒബ്വിയസ്ലി അത് 4ന്റെ 4 ഡിവിസിബിൾ ആയിട്ടുള്ള വർഷമാണ് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? കൃത്യമായിട്ട് പറയാൻ പറ്റും 2024 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? 2024 കലണ്ടർ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫെബ്രുവരി 29 വരും. മനസ്സിലാവുന്നുണ്ടോ? ബാക്കി 2025 ഈ വർഷത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എ ലീപ്പ് ഇയർ. അതുകൊണ്ട് ഫെബ്രുവരി 28 വരെ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ ആണേ. അപ്പോൾ ഇതാണ് ലീപ്പ് ഇയറിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ പറഞ്ഞതുപോലെ 4 കൊണ്ട് ഡിവിസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ സംഭവം എന്തായിരിക്കും? ലീപ്പ് ഇയർ ആണ്. 4 കൊണ്ട് ഡിവിസിബിൾ അല്ലെന്നുണ്ടെങ്കിൽ ആ സംഭവം ലീപ്പ് ഇയർ അല്ല. ഓക്കെ, ഹിയർ കംസ് ദ കോൺസെപ്റ്റ് ഓഫ് സെഞ്ചുറി ഇയേഴ്സ്. എന്താണ് സെഞ്ചുറി ഇയേഴ്സ് എന്ന് പറയും? അപ്പോൾ എല്ലാവരോടും എന്താണ് ഈ സെഞ്ചുറി ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. എന്താണ് സെഞ്ചുറി ഇയർ? സെഞ്ചുറി ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 0 വരുന്ന ഇയേഴ്സ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു ഇപ്പോഴത്തെ 2025 അല്ലേ ഇപ്പം? 2025 നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ നേരെ ബാക്കിലോട്ട് പോവുക. 2000 കഴിഞ്ഞിട്ടല്ലേ 2025 വന്നേ. അതിന് തൊട്ട് മുന്നേ ഒരു 1950, തൊട്ട് മുന്നേ 1900, തൊട്ട് മുന്നേ 1800, തൊട്ട് മുന്നേ 1600, തൊട്ട് മുന്നേ 1400. അങ്ങനെ മേളിലോട്ട് പോവുമല്ലേ? മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഈ പറയുന്ന ഒരു കോൺസെപ്റ്റ് എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളണം. ഓക്കെ, 2 0 എന്തായിരുന്നു? അവസാനം 2 0 വരുന്നതെന്നുണ്ടെങ്കിൽ 2 0 നമ്മൾ അവിടെ ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് ഒരിക്കലും എങ്ങനല്ല 4 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് നോക്കിയല്ല. കാരണം നമുക്ക് 4ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, അവസാനത്തെ 2 ഡിജിറ്റ് നമുക്ക് 0 വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്ത് തന്നെയാണ്? 4 കൊണ്ട് ഡിവിസിബിൾ തന്നെയാണ് അല്ലേ? പക്ഷേ ഹിയർ കംസ് ദ ട്വിസ്റ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുക, നമുക്ക് സെഞ്ചുറി ഇയേഴ്സിൻ്റെ ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് ഡിവൈഡഡ് ബൈ 400 ആണ്. എന്താണ്? ഡിവൈഡഡ് ബൈ 400 ആണ്. ഡിവൈഡ് ബൈ 400. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഉദാഹരണം 2000 ലീപ്പ് ഇയറാണ്. 2000 ലീപ്പ് ഇയർ ആണ്. 2000 ബൈ 400 ചെക്ക് ചെയ്ത് നോക്കുക. ഡിവിസിബിൾ ആണല്ലോ. 4 5s are 20, ഇറ്റ്സ് 5. ഡിവിസിബിൾ ആണല്ലോ. സോ 2000 എന്ത് തന്നെയാണ്? ഇറ്റ്സ് എ ലീപ്പ് ഇയർ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇത് 1950 ഒക്കെ നമ്മൾ 2 0 വരണം ലാസ്റ്റ്. ഇതൊക്കെ നമ്മൾ 4 കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇതെന്തായാലും ലീപ്പ് ഇയർ അല്ല. ഓക്കെ, ഇനി നമുക്ക് 2 0 വരുന്ന നോക്കിയത് 1900. എന്താണ് 1900? നിങ്ങൾ നോക്കുമ്പോൾ 1900 എന്ന് പറയുന്ന സംഭവം 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അത് സംഭവം സത്യമാണ്. പക്ഷേ 1900 എന്ന് പറയുന്ന സംഭവത്തിൻ്റെ അകത്ത് ഒരിക്കലും 4 കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കിയല്ല അത് ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് നമ്മൾ അറിയുന്നത്. 1900 ഇറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 400. ഇറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 400. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ 2 0 നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നു. 19/4 ഇറ്റ്സ് നോട്ട് ഡിവിസിബിൾ ബൈ 4. സംശയമുള്ളവർ ഗൂഗിൾ ക്രോം എടുക്കുക, 1900 കലണ്ടർ എടുത്ത് നോക്കുക. ഈവൻ ദോ 1900 ഈസ് ഡിവിസിബിൾ ബൈ 4, ഇറ്റ്സ് നോട്ട് എ ലീപ്പ് ഇയർ. മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കലും 1900 കലണ്ടർ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കലണ്ടറിൽ എന്ത് കാണില്ല? ഒരിക്കലും നിങ്ങൾക്ക് ഫെബ്രുവരി 29 കാണില്ല. ശ്രദ്ധിച്ച് കേൾക്കുക, 1800 കാണില്ല,
1600 കാണും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒന്നും കൂടെ ഞാനൊന്ന് വേഗമായിട്ട് ഞാൻ പറഞ്ഞുതരാം. സെഞ്ചുറി ഇയേഴ്സിന്റെ കേസിൽ, സെഞ്ചുറി ഇയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണെന്നാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നത്. സെഞ്ചുറി ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ 2 ഡിജിറ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. സെഞ്ചുറി ഇയേഴ്സിന്റെ കേസിൽ ലീപ്പ് ഇയർ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് ഒരിക്കലും എങ്ങനെയല്ല എന്നാണ് ഞാൻ പറഞ്ഞേ, 4 വെച്ച് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടല്ല. സാധാ ലീപ്പ് ഇയർ ചെക്ക് ചെയ്ത് നോക്കി നടക്കല്ല. നമുക്ക് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് 400 ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ. അപ്പോൾ നമ്മളെ ബേസിക് ചോദ്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ഒരു വർഷം ലീപ്പ് ഇയർ ആണോ അല്ലെങ്കിൽ നോൺ ലീപ്പ് ഇയർ ആണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നത് അല്ലേ? ഓക്കെ, ഫൈൻ. ഒരു ഓർഡിനറി ഇയർ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലീപ്പ് ഇയർ, ഈ പർട്ടിക്കുലർ ഓർഡിനറി ഇയർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലീപ്പ് ഇയർ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും അല്ലേ? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഇതേപോലെ ഒരു 1952 ലീപ്പ് ഇയർ ആണോ അല്ലെന്നുണ്ടെങ്കിൽ നോൺ ലീപ്പ് ഇയർ ആണോ, എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നത്? 52 ഇറ്റ്സ് ഓൾവേസ് എന്താണ് സംഭവം? 52 എന്ന് പറയുന്നത് 4 കൊണ്ട് ഡിവിസിബിൾ ആണല്ലോ. സോ ഇറ്റ്സ് എ ലീപ്പ് ഇയർ അല്ലേ? ഇതിലേക്ക് ഞാൻ വരാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫിനിഷപ്പ് ആക്കട്ടെ. അതേപോലെ തന്നെ 2020 വേറൊന്നും വേണ്ട, നിങ്ങൾ ലാസ്റ്റിലത്തെ ഡിജിറ്റ് നോക്കിയാൽ മതി. 220 അത് 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ? സോ ഇറ്റ്സ് എ ലീപ്പ് ഇയർ. കാരണം എന്താ? അത് 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. സെഞ്ചുറി ലീപ്പ് ഇയേഴ്സ് ഉദാഹരണം പറഞ്ഞാൽ 1400 സെഞ്ചുറി ഇയേഴ്സ് 1400. ലാസ്റ്റ് 2 0 പക്ഷെ അത് 400 നോക്കിയിട്ട് കാര്യമില്ല. എന്താണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണ്ടേ? ഡിവൈഡ് ബൈ 400 ഡിവിസിബിൾ അല്ല. സോ 1400 ഒരിക്കലും എന്തല്ല? ലീപ്പ് ഇയർ അല്ല. മനസ്സിലാവുന്നുണ്ടോ? സെഞ്ചുറി ലീപ്പ് ഇയേഴ്സിൽ നമുക്ക് ലീപ്പ് ഇയർ ആയിട്ട് വരുന്ന ഇയേഴ്സ് എന്ന് പറയുന്നത് നമുക്കിതാ ഇങ്ങനെ എഴുതാൻ പറ്റും. 400, പിന്നെ 800, 1200, 1600, പിന്നെ 2000, അങ്ങനെ പോകുന്നത് 2400, അങ്ങനെ പോകുന്ന ഇയേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? സെഞ്ചുറി ലീപ്പ് ഇയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഞാൻ നേരെ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ഓർഡിനറി ഇയേഴ്സിന്റെ കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതായത് സാധാ വർഷങ്ങൾ, ഓർഡിനറി ഇയേഴ്സ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 1954 അതൊരു നോർമൽ ഇയർ ആണ്. ഒരു 2010 അത് നോർമൽ ഇയർ ആണ്. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ. അപ്പം ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഓർഡിനറി ഇയറിനെ പറ്റിയാണ്. അപ്പം നമ്മൾ കുറച്ചും കൂടെ ബേസ് ലെവലിൽ നിന്ന് മേലോട്ട് കയറിയ കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. ഓർഡിനറി ഇയർ കോൺസെപ്റ്റ്, ഓർഡിനറി ഇയറിൻ്റെ കുറച്ച് കാര്യങ്ങൾ, പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഓർഡിനറി ഇയർ ഓർഡിനറി ഇയറിൻ്റെ കോൺസെപ്റ്റ് നന്നായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ലീപ്പ് ഇയറിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കലി കയറി വരും. ഓക്കെ. എന്താണ് ഓർഡിനറി ഇയറിൻ്റെ കോൺസെപ്റ്റ് ഒന്ന് പറഞ്ഞേ. ആൻ ഓർഡിനറി ഇയർ ഇറ്റ് സ്റ്റാർട്ട്സ് ആൻഡ് എൻഡ്സ് വിത്ത് ദ സെയിം ഡേ. അതൊരു നല്ലൊരു കോൺസെപ്റ്റാണ്, നന്നായിട്ട് തന്നെ പഠിക്കുക. ഒരു ഓർഡിനറി വർഷം, ഒരു സാധാരണ ഒരു വർഷം തുടങ്ങുന്നതും തീരുന്നതും ഒരേ ദിവസമായിരിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം അത് പ്രാക്ടിക്കലാണോ? പക്ക പ്രാക്ടിക്കലായിട്ടുള്ള സംഭവമാണ്. ഓക്കെ. ഇപ്പം നിങ്ങൾ ഒരു എക്സാമ്പിൾ കേസ് ഞാൻ പറയുവാണ്. 2030 ജനുവരി 1 സപ്പോസ് 2030 ജനുവരി 1 സ്റ്റാർട്ട് ചെയ്യുന്നത് സൺഡേ ആണെന്ന് നിങ്ങൾ വിചാരിച്ചു. എന്താണ്? സൺഡേ ആണെന്ന് നിങ്ങൾ വിചാരിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ പറ്റും 2030 ഡിസംബർ 31 എന്ന് പറയുന്നതും സൺഡേ ആയിരിക്കും. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഫോണിൻ്റെ കാലണ്ടർ എടുത്തിട്ട് ഒരു ഓർഡിനറി വർഷം, ഞാൻ ലീപ്പ് ഇയറിൻ്റെ കാര്യമല്ല പറയുന്നത്, ഓർഡിനറി വർഷം എന്ന് പറയുന്ന സാധനം അതിൻ്റെ കൂടെ +1 ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? ലീപ്പ് ഇയർ വരുന്നത്. അപ്പോൾ ഈ ഓർഡിനറി ആയിട്ടുള്ള ഇയർ ജനുവരി 1 സൺഡേ, ഡിസംബർ 31, അതായത് ഞാനിപ്പോൾ വേഗമായിട്ട് ഞാനങ്ങ് പറയുവാണ്. ഇത് ഞാൻ നോക്കിയിട്ടില്ല, ഏതാ ജനുവരി 1 സൺഡേ ആണോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. ബട്ട് 2030 ജനുവരി 1 ഇഫ് ഏത് ഓർഡിനറി വർഷം നിങ്ങൾ ഫോൺ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാലും, ഇപ്പം നിങ്ങൾ ചിന്തിക്കുകയാണ്, നിങ്ങൾ ഫോൺ എടുക്കുക, 2023 അതൊരു ഓർഡിനറി വർഷമല്ലേ, 2023 ജനുവരി 1 ഏത് ഡേ ആണെന്ന് നോക്കുക.
എന്നിട്ട് 2023 ഡിസംബർ 31 അതേ ഡേ അല്ലേ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മനസ്സിലാവുന്നുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ കാലണ്ടറിന്റെ കേസിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഒരു വർഷം തുടങ്ങുന്നതും ഒരു വർഷം തീരുന്നതും സെയിം ഡേയാ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമല്ലോ ലീപ്പ് ഇയറിന്റെ കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം തുടങ്ങുന്നതും ആ വർഷം തീരുന്നതും നെക്സ്റ്റ് ഡേ ആയിരിക്കുമല്ലോ. ഒരു ഉദാഹരണം, 2024 ഇറ്റ്സ് എ ലീപ്പ് ഇയർ അല്ലേ. 2024 ജനുവരി 1 എന്ന് പറയുന്ന ട്യൂസ്ഡേ ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 2024 ഒരു അഡീഷണൽ ആയിട്ട് ഒരു ഫെബ്രുവരി 29 വരുന്നില്ലേടെ, ഒരു ഫെബ്രുവരി 29 വരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും 2024 ജനുവരി 1 ട്യൂസ്ഡേ ആണെന്നുണ്ടെങ്കിൽ 2024 ഡിസംബർ 31 എന്ന് പറയുന്ന സംഭവം എന്ത് തന്നെ ആയിരിക്കും? പക്കയായിട്ട് വെനസ്ഡേ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ ഒന്നുമില്ലടേ, ഞാൻ ഈ പറയുന്നതിൻ്റെ ഒറ്റ കോൺസെപ്റ്റ്സേ ഉള്ളൂ. ഇതൊക്കെ ഞാനിപ്പോൾ വേഗമായിട്ട് ഓരോ ഡേയ്സ് ആണേ. നിങ്ങൾ കലണ്ടർ എല്ലാം ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഓർഡിനറി ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതും ഒരു ഓർഡിനറി വർഷം ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതും ആ വർഷത്തിൽ തന്നെ എൻഡ് ചെയ്യുന്നതും ഒരേ ഡേ ആയിരിക്കും കേട്ടോ. അതാണ് നമ്മളെ കോൺസെപ്റ്റ്. ഒന്നുമില്ല, ഞാൻ ഒന്നും കൂടെ വേഗമായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ഒരു ഓർഡിനറി വർഷം തുടങ്ങുന്നതും തീരുന്നതും സെയിം ഡേ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് സൂപ്പർ കോൺസെപ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ആ ഒരൊറ്റ കോൺസെപ്റ്റിൽ നമ്മൾ ചവിട്ടി നിന്നുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട സംഭവമാണ് എന്തെന്ന് പറയുന്നത്. ഒരു ലീപ്പ് ഇയറിന്റെ കേസിൽ ഒരു വർഷം തുടങ്ങുന്നതും ആ വർഷം തീരുന്നതും +1 ഡേ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, നമുക്കത് കുറച്ച് പ്രോബ്ലംസും അതും ഇതും എല്ലാം കൂടെയൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് ബാക്കി നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഉദാഹരണം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇപ്പം ഒരുപാട് പ്രോബ്ലംസ് ഇത് വെച്ചിട്ടുണ്ട്. നമുക്ക് പ്രോബ്ലംസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഇഫ് 2024 ഒരു ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് വേഗമായിട്ട് ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ ഇട്ടിട്ടുണ്ട്, നമുക്കതെല്ലാം പറഞ്ഞുതരാം. പിന്നെ ഇത് ഇപ്പം ഓഡ് ഡേ കോൺസെപ്റ്റ് അല്ലേ വന്നേക്കുന്നത്. ഓക്കെ, ഓർഡിനറി ഇയറിൻ്റെ കേസിൽ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ് എന്തെന്ന് പറയുന്നത്. ജസ്റ്റ് ഇതാ നോക്കിക്കോ. ഞാനിപ്പോൾ നിങ്ങളോട് പറയാം ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് വേഗം എനിക്ക് മനസ്സിൽ ഓർമ്മ വന്നപ്പോഴത്തേക്ക് ഞാൻ വന്നതാണ്. ഇഫ് January 1, 2010 ഈസ് മൺഡേ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് വരുന്ന ചോദ്യമാണ് വാട്ട് ഡേ ഈസ് January 3, 2011. January 3, 2011. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ ജനുവരി 1, 2010 മൺഡേ ആണെന്നുണ്ടെങ്കിൽ ജനുവരി 3, 2011 ഏത് ഡേ ആണെന്നാണ് നമ്മളുടെ ചോദ്യം. ഒന്നുമില്ല, ആദ്യം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ലീപ്പ് ഇയർ ആണോ നോർമൽ ഇയർ ആണോ എന്നുള്ള കാര്യം നോക്കുക. 2010 എന്ന് പറയുന്ന സംഭവം എന്തായാലും ഒരു നോൺ ലീപ്പ് ഇയർ ആണ്, ഒരു ഓർഡിനറി ഇയർ ആണ് അല്ലേ. 2010 ഒരിക്കലും എന്തൊരു ഡിവിസിബിൾ അല്ല, 4 ഡിവിസിബിൾ അല്ല. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഓർഡിനറി ഇയർ ആണെന്നുണ്ടെങ്കിൽ ജനുവരി 1, 2010 മൺഡേ ആണെങ്കിൽ നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റും ഡിസംബർ 31, 2010 എന്ത് തന്നെ ആയിരിക്കും? മൺഡേ തന്നെ ആയിരിക്കും. അത് മൺഡേ, കാരണം തുടങ്ങുന്നതും തീരുന്നതും ഓർഡിനറി ഇയറിൻ്റെ കേസിൽ സെയിം ഡേ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോടെ? ശരി. പിന്നെ നമുക്ക് പറയാൻ പറ്റും ഡിസംബർ 31, 2010 മൺഡേ ആണെന്നുണ്ടെങ്കിൽ ജനുവരി 1 എന്തുമായിരിക്കും? ട്യൂസ്ഡേ ആയിരിക്കും. 2 എന്തുമായിരിക്കും? വെനസ്ഡേ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 3 എന്ത് തന്നെ ആയിരിക്കും? തേഴ്സ്ഡേ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഉറപ്പല്ലേ? ഒന്നുകൂടെ വേഗമായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ജനുവരി 1, 2010 മൺഡേ ആണെന്നുണ്ടെങ്കിൽ ജനുവരി 3, 2011 ഏത് ഡേ ആണെന്നാണ് നമ്മളെ ചോദ്യം. ജനുവരി 2010 ലീപ്പ് ഇയർ ഒന്നുമല്ല, നോർമൽ ഇയറാ. 2010 ജനുവരി 1 മൺഡേ ആണെന്നുണ്ടെങ്കിൽ ഡിസംബർ 31, 2010 എന്ത് തന്നെ ആയിരിക്കും? മൺഡേ ആയിരിക്കും. തുടക്കം തീരുന്നതും ഒരേ വർഷം ഒരേ ദിവസം മൺഡേ. തൊട്ടടുത്ത ദിവസം 1-ാം തീയതി എന്തുമായിരിക്കും? ട്യൂസ്ഡേ ആയിരിക്കും. 2-ാം തീയതി എന്തായിരിക്കും? വെനസ്ഡേ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ട് 3-ാം തീയതി എന്തായിരിക്കും? തേഴ്സ്ഡേ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എക്സ്പെക്ട് ചെയ്തു. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്, നമുക്കത് കൃത്യമായിട്ട് തന്നെ നമുക്കത് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത വരുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് ഓഡ് ഡേ കോൺസെപ്റ്റ്. എന്താണ് ഓഡ് ഡേ കോൺസെപ്റ്റ്? എന്താണ് ഓഡ് ഡേ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? ഓഡ് ഡേ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും
odd day concept, the extra days which are coming apart from a complete weeks in a given period, it is called odd days. ഒന്നുമില്ല, നമ്മൾ ഒരു ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സിൽ ഒരു ആഴ്ച, അത് 7 ഡേയ്സ് കഴിഞ്ഞ് വരുന്ന എക്സ്ട്രാ ഡേയ്സിനെ എല്ലാം നമ്മൾ എങ്ങനെ ഓഡ് ഡേയ്സ് എന്ന് പറയും. കൂടുതൽ ആരും ഇപ്പം ചിന്തിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, സിമ്പിളായിട്ട് ഞാൻ ഈ സംഭവം ഞാൻ പറഞ്ഞുതരാം. നമ്മളോട് ചോദിക്കുകയാണ് എ പീരിയഡ് ഓഫ് 7 ഡേയ്സ്. എന്താണ് എ പീരിയഡ് ഓഫ് 7 ഡേയ്സ്? 7 ദിവസത്തിൽ എത്ര ഓഡ് ഡേ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടെൻഷനും അടിക്കണ്ട, 7 ഡിവൈഡഡ് ബൈ 7 അടിച്ചാൽ മതി. ഇത് ഏതാ ഈ 7 എന്നറിയാവോ? ഈ 7 ആണ് ഈ 7. ഈ അങ്ങോട്ട് പോകുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഈ 7 ആണ് ഞാൻ ഈ എഴുതിയത്. ഡിവൈഡ് ബൈ 7 അടിക്കുക. 7 1s are 7 അല്ലേ 0. ഈ റിമൈൻഡർ ആണ് നമ്മുടെ ഉത്തരം. ചുരുക്കി പറഞ്ഞാൽ എ പീരിയഡ് ഓഫ് 7 ഡേയ്സിൽ എന്തില്ല? ഓഡ് ഡേയ്സ് ഇല്ല, 0 ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണേ, ശരി. എ പീരിയഡ് ഓഫ് 13 ഡേയ്സ്, 13 ദിവസം. ഒരു 13 ദിവസത്തിന്റെ ഒരു പീരീഡ് എടുത്തു കഴിഞ്ഞാൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും ടെൻഷൻ അടിക്കണ്ട, 13/7 അടിക്കുക. എന്താണ് 13/7 അടിക്കുക? 7 1s are 7. റിമൈൻഡർ എത്ര വന്നേ? 6. ആൻസർ 6 ഓഡ് ഡേയ്സ്. ഈ 13 ആണ് ഞാൻ ഈ 13. ഡിവൈഡ് ബൈ 7 ചെയ്യുക. 7 1s are 7, അഡീഷൻ റിമൈൻഡർ 6. സോ ഇതിൻ്റെ അകത്ത് 0 ഓഡ് ഡേയ്സ്, ഇതിൻ്റെ അകത്ത് 6 ഓഡ് ഡേ. അതായത് ഒരാഴ്ച നമ്മൾ ഒരു വീക്ക് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ, അതായത് വീക്കിനെ കറക്റ്റായിട്ട് 7 7 7 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എത്ര വരുന്നത്? അതാണ് നമ്മളെ ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. എ പീരിയഡ് ഓഫ് 30 ഡേയ്സ്, ഒരു 30 ദിവസത്തിന്റെ ഒരു പീരീഡ് നമ്മൾ എടുത്തു. എന്താണ്? ഒരു 30 ദിവസത്തിന്റെ പീരീഡ് നമ്മൾ എടുത്തു. ആ 30 ദിവസത്തിന്റെ പീരീഡിന്റെ അകത്ത് എത്ര ഓഡ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളുമില്ല, ടെൻഷൻ അടിക്കാൻ. 30/7, 7 4s are 28. റിമൈൻഡർ എത്ര അവിടെ വന്നേ? 2. ആൻസർ 2 ഓഡ് ഡേ. എന്താണ്? 2 ഓഡ് ഡേ. അതായത് ഒന്നുമില്ല, ജസ്റ്റ് എടുക്കുക, ഡിവൈഡ് ബൈ 7 അടിക്കുക, റിമൈൻഡർ എന്താണെന്നുള്ളത് എടുക്കുക, അതാണ് ആൻസർ. മനസ്സിലാവുന്നുണ്ടോ? 7 ഓഡ് ഡേയ്സ്, 7 വന്നു കഴിഞ്ഞാൽ 0 ഓഡ് ഡേയ്സ്. 13 വന്നു കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ 7, 7 1s are 7, ബാക്കി 6 റിമൈൻഡർ. 30 ഡേയ്സ് വന്നു കഴിഞ്ഞാൽ 30 ഡിവൈഡ് ബൈ 7, 7 4s are 28, 2 ഓഡ് ഡേ. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഓഡ് ഡേ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കിട്ടുന്ന എന്താണോ സംഭവം അതിനെ ഡിവൈഡ് ബൈ 7 ചെയ്യുക, ഉത്തരം എഴുതുക. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് അപ്പർ ലെവലിലോട്ട് നമ്മൾ കയറാൻ പോവുക. ഓഡ് ഡേയ്സ് ഇൻ ഡിഫറെന്റ് മന്ത്സ്, പല പല മന്തുകളിലുള്ള ഡിഫറെന്റ് ഓഡ് ഡേയ്സ്, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് നോക്കിക്കേ. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ആണേ. അതൊക്കെ പോട്ടെ, നമുക്ക് ഓരോ മാസവും എത്ര ഡേയ്സ് ഉണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, എങ്ങനെ കണക്ക് കൂട്ടണം എന്നുള്ള കാര്യം. ബേസിക്കലി പണ്ടേ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഷോർട്ട് ട്രിക്കാണ്. ഇതങ്ങോട്ട് എടുക്കുക. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഈ ഒരു പരിപാടി എല്ലാവർക്കും അറിയാമല്ലോ. ഈ പൊങ്ങി നിൽക്കുന്നത് നമ്മുടെ കൈയുടെ ഈ ഭാഗം പൊങ്ങി നിൽക്കുന്നതിന് 31 ആയിട്ട് എടുക്കുക. ജാനുവരി 31, ഫെബ്രുവരി 28 അല്ലെങ്കിൽ 29, ലീപ്പ് ഇയർ ആണെന്നുണ്ടെങ്കിൽ 29, അല്ലെന്നുണ്ടെങ്കിൽ 28, മാർച്ച് 31, ഏപ്രിൽ 30, മെയ് 31, ജൂൺ 30, ജൂലൈ 31. അവിടെ തന്നെ വീണ്ടും ഒന്നും കൂടെ ഓഗസ്റ്റ് കൊടുക്കണം, തിരിച്ചല്ലി വരുന്നത്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 31, നവംബർ 30, ഡിസംബർ 31. മനസ്സിലാവുന്നുണ്ടോ? നോക്കണേ. ജാനുവരി 31, ഫെബ്രുവരി 28 അല്ലെന്നുണ്ടെങ്കിൽ 29, മാർച്ച് 31, ഏപ്രിൽ 31, 30, മെയ്, ജാനുവരി ഫെബ്രുവരി മാർച്ച്, ജാനുവരി 31, ഫെബ്രുവരി 28 29, മാർച്ച് 31, ഏപ്രിൽ 30, മെയ് 31, ജൂൺ 30, ജൂലൈ 31, ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 30, ഒക്ടോബർ 31, നവംബർ 30, ഡിസംബർ 31. മനസ്സിലായോടെ? ഉറപ്പാണോ? നമ്മുടെ ഉത്തരവാദിത്വം ഇതാണ്. നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് നമ്മുടെ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ അകത്തുനിന്ന് എത്ര ഓഡ് ഡേയ്സ് ഡിഫറെൻറ്റ് മന്ത്സിലുള്ള ഇത്ര ഓഡ് ഡേയ്സ് എന്താണെന്നുള്ള കാര്യം നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. 31 ഡിവൈഡ് ബൈ 7, 7 4s are 28, 3. എത്ര ഓഡ് ഡേ ഉണ്ടേ? 3 ഓഡ് ഡേ. മനസ്സിലാവുന്നുണ്ടോ?
ഫെബ്രുവരി 28 ഉണ്ട് 29 ഉണ്ട്. 28 ആണെന്നുണ്ടെങ്കിൽ അറിയാം 7 ആയിട്ട് ഡിവിസിബിളാ. എത്രയാ? 0 അല്ലെന്നുണ്ടെങ്കിൽ 1. ഏതാ? ഓർഡിനറി ഇയർ ആണെന്നുണ്ടെങ്കിൽ ഓഡ് ഡേയ്സ് 0, ലീപ്പ് ഇയർ ആണെന്നുണ്ടെങ്കിൽ 1. വീണ്ടും 31 7 3 ഓഡ് ഡേ. ഏപ്രിൽ വന്നു കഴിഞ്ഞാൽ 2 ഓഡ് ഡേ അല്ലേടെ? 420 റിമൈൻഡർ 2 അല്ലേ വരുന്നേ. മെയ് വന്നു കഴിഞ്ഞാൽ 3 ഓഡ് ഡേ, ജൂണിൽ 2 ഓഡ് ഡേ, ജൂലൈയിൽ 3 ഓഡ് ഡേ, ഓഗസ്റ്റിൽ 3 ഓഡ് ഡേ, സെപ്റ്റംബറിൽ 2 ഓഡ് ഡേ, ഒക്ടോബറിൽ 3 ഓഡ് ഡേ, നവംബറിൽ 2 ഓഡ് ഡേ, ഡിസംബറിൽ 3 ഓഡ് ഡേ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എന്താണ്, ഓരോ മന്തിലുള്ള ഓഡ് ഡേയ്സ് നമ്മൾ കൃത്യമായിട്ട് തന്നെ ക്ലിയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇത് എന്തിനാ ഈ ഓഡ് ഡേയുടെ കോൺസെപ്റ്റ് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് വരും ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഓഡ് ഡേ എന്ന് പറയുന്നത്. ഇനി ഓഡ് ഡേയുടെ കോൺസെപ്റ്റിൻ്റെ അകത്ത് ലാസ്റ്റ് സാധനം, അതായത് ഓഡ് ഡേക്കകത്ത് എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇയേഴ്സിന്റെ, അതായത് നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് ഇൻ ഓർഡിനറി ഇയർ, ലീപ്പ് ഇയർ, 100 ഇയർ, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചാലേ പറ്റത്തുള്ളൂ. ഇതും കൂടെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഓഡ് ഡേ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമുക്ക് തീരും. നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് ഇൻ ആൻ ഓർഡിനറി ഇയർ, ഒരു ഓർഡിനറി ഇയറിൻ്റെ അകത്തുള്ള ഓഡ് ഡേയുടെ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ടെൻഷൻ അടിക്കത്തക്ക കാര്യങ്ങളില്ല. എന്ത് ചെയ്യുക? 365 ഡേയ്സ്. എത്ര ഒരു സാധാ ഇയറിൽ എത്ര ഡേയ്സാണ് നമുക്കുള്ളത്? 365. 365 ദിവസം എത്ര ഓഡ് ഡേ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലി ഡിവൈഡ് ബൈ 7. 7 5s are 35, 1 5, 7 2s are 14. എത്രയാണ് റിമൈൻഡർ വന്നേ? 1. നമ്പർ ഓഫ് ഓർഡിനറി ഇയറിൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഡ് ഡേ ആണ് നമുക്ക് വരുന്നത്, ഒരു ഓഡ് ഡേ. നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് ഇൻ ലീപ്പ് ഇയർ, ലീപ്പ് ഇയറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു അഡീഷണൽ ഡേയും കൂടെ വരുന്നത്. 366 അല്ലേ? റിമൈൻഡർ നമുക്ക് വരുന്നത് 2 ഓഡ് ഡേ വരുന്നത്. എത്രയാണ്? 2 ഓഡ് ഡേ. നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് ഇൻ 100 ഡേയ്സ്, ഈ 100, 200, 300, 400 ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, ഇത് എന്തിനാ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരും ക്ലാസ്സുകളിൽ നമുക്ക് കൃത്യമായിട്ട് ഈ റെഫറൻസ് ഡേറ്റ് തന്നും തരാതെയും ഒക്കെ നമുക്ക് അതിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് ഇൻ 100 ഇയേഴ്സ്, 100 വർഷം എത്ര ഓഡ് ഡേ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് എത്ര ലീപ്പ് ഇയർ ഉണ്ട്, എത്ര ഓർഡിനറി ഇയേഴ്സ് ഉണ്ട്, ഇതാണ് നമുക്ക് വേണ്ടത്. ആദ്യം ചെയ്യേണ്ട പരിപാടി 100 വർഷം അല്ലേ, എത്ര ഓഡ് ഡേ ഉണ്ട് ഇതിൻ്റെ അകത്ത്, അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എത്രയാണോ വരുന്നത് അത്രയാണ് നമുക്ക് ലീപ്പ് ഇയർ വരുന്നത്. പക്ഷേ അവിടെ നമുക്കൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. 100 ഈ വർഷമല്ലേ പറഞ്ഞേക്കുന്നത്? ഡിവൈഡഡ് ബൈ 4. 4 എത്രയാണ് വരുന്നത്? 25, 100. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേടേ. ആദ്യത്തെ 100 വർഷമില്ലേ, നിങ്ങളെല്ലാം ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുമല്ലോ. അതായത് 25, 100/4 25 തന്നെ, അത് ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷേ ആ 25-ൽ ഏതും ഉൾക്കൊണ്ടിട്ടുണ്ട്? 100 ഉൾക്കൊണ്ടിട്ടുണ്ട്. ഏത് ഉൾക്കൊണ്ടിട്ടുണ്ട്? 100 ഉൾക്കൊണ്ടിട്ടുണ്ട്. 100 ലീപ്പ് ഇയർ ആണോ? അല്ലല്ലോ. 100 ലീപ്പ് ഇയർ ആണെന്ന് അറിയുന്നത് ഡിവൈഡ് ബൈ 400 ആയിട്ട് ഡിവിസിബിൾ ആണെങ്കിലല്ലേ സെഞ്ചുറി ഇയേഴ്സിന്റെ ലീപ്പ് ഇയർ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ 100 വർഷം നമുക്ക് എത്ര ലീപ്പ് ഇയറേ ഉള്ളൂ? 24 ലീപ്പ് ഇയറേ ഉള്ളൂ. 24 ലീപ്പ് ഇയർ. 24 ലീപ്പ് ഇയറും അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ബാലൻസ് എത്ര ഉള്ളേ? 76 ഓർഡിനറി ഇയറും ഉള്ളേ. 24 ലീപ്പ് ഇയറും 76 ഓർഡിനറി ഇയറും. ഓരോ ലീപ്പ് ഇയറിലും എത്ര ഓഡ് ഡേ ഉണ്ട്? 2 ഓഡ് ഡേ ഉണ്ട്. ഓരോ ഓർഡിനറി ഇയറിലും ഒരു ഓഡ് ഡേ. മനസ്സിലാവുന്നുണ്ടോ അവിടെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 24 ഗുണം 2 48, 76 ഗുണം 1 76, 48ഉം 76, 48ഉം 76, 8 6 14, 1 7 4 11 12. എത്രയുടെ വന്നേ? 124. 124 ഡിവൈഡഡ് ബൈ 7. 7 1s are 7, 5 4 7, 5s are 7 6 are 42, 7 7s are 49. എത്രയുടെ വന്നേ? 49ഉം 5. ആദ്യത്തെ 100 വർഷം എത്ര ഓഡ് ഡേ അടയുള്ളേ? 5 ഓഡ് ഡേ ഉള്ളേ. എത്ര ഓഡ് ഡേ? 5 ഓഡ് ഡേ. അത് 5 ഓഡ് ഡേ എങ്ങനെയാ കിട്ടിയെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായോ? ഇനി എല്ലാം ഭയങ്കര എളുപ്പമാണ്. ഈ ആദ്യത്തെ 100 വർഷത്തിലെ ഓഡ് ഡേ കണ്ടുപിടിക്കുക എന്നുള്ളതേ നമ്മുടെ ടാസ്ക് ഉള്ളൂ. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് ഇൻ 200 വർഷം. ഒന്നുമില്ല, എളുപ്പമാ. ആദ്യത്തെ 100 വർഷം 5 ഓഡ് ഡേയാ. അങ്ങനാണെങ്കിൽ അടുത്ത 5 വർഷം കൺഫേമാ 5 ഓഡ് ഡേ കാണത്തുള്ളൂ. 5 5 10,
സ്വാഭാവികമായിട്ടും ആൻസർ 10/7. 7 1s are 7, റിമൈൻഡർ 3, 3 ഓഡ് ഡേ. എങ്ങനെ 3 വന്നെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഇനി അടുത്തത് 300 ഇയേഴ്സ്. ആദ്യത്തെ 100 വർഷം 5 ഓഡ് ഡേ, രണ്ടാമത്തെ 100 പിന്നെ 200 വർഷം ആകുമ്പോഴത്തേക്ക് വീണ്ടും 5 ഓഡ് ഡേ, അടുത്ത 100 വർഷം 3 ഓഡ് ഡേ, 5 ഓഡ് ഡേ ഡിവൈഡഡ് ബൈ 7. ചുരുക്കി പറഞ്ഞ 15/7. 7 2s are 14. എത്രയുടെ വന്നേ? 1. ഒരു ഓഡ് ഡേ. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഉറപ്പാണോ? അതായത് ആദ്യത്തെ 100 വർഷം 5 ഓഡ് ഡേ കിട്ടി. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ 200 വർഷം കൂടുമ്പോൾ 5 5 10, 10/7. റിമൈൻഡർ എത്ര വന്നേ? 3 ഓഡ് ഡേ. അടുത്ത 300 വർഷം വരുമ്പോഴത്തേക്ക് 5 5 10, 10 5 15, 15/7. എത്ര റിമൈൻഡർ വന്നേ? 1. മനസ്സിലാവുന്നുണ്ടോ? ഇത് കാണാപ്പാടം തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ. ഇനിയാണ് ലാസ്റ്റിലെത്ത 400 വർഷം. അതായത് നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് ഇൻ 400 ഇയേഴ്സ്. അറിയാലോ, ആദ്യത്തെ വർഷം 5, 100 വർഷം, രണ്ടാമത്തെ 100 വരുമ്പം 5, മൂന്നാമത്തെ 100 വരുമ്പം 5, നാലാമത്തെ 100 വരുമ്പം 5. തീർന്നോ? ഇല്ല. കാരണം ഒരു വർഷവും കൂടെ നമുക്ക് അഡീഷണൽ വരുന്നുണ്ട്, ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. അത് ഏതാ ആ ഒന്നെന്ന് പറയുന്ന? പിള്ളേരെ, ഈ 400 ഇയേഴ്സ് എന്ന് പറയുന്ന സംഭവം ഇല്ലായോ? 400 എന്ന് പറയുന്നത് ഇവിടെ 100 ഓഡ് ഡേ അല്ല, 200 ഓഡ് ഡേ അല്ല, 300 ഓഡ് ഡേ അല്ല. 400 ഇവിടെ 400ാമത്തെ വർഷം എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആണ്. മനസ്സിലാവുന്നുണ്ടോ? സോറി, 100 ഞാൻ ലീപ്പ് ഇയറിന്റെ കഥയാണ് പറഞ്ഞത്. 100ാമത്തെ വർഷം എന്ന് പറയുന്നത് ലീപ്പ് ഇയർ അല്ല, 200ാമത്തെ വർഷം ലീപ്പ് ഇയർ അല്ല, 300ാമത്തെ വർഷം ലീപ്പ് ഇയർ അല്ല, 400ാമത്തെ വർഷം ലീപ്പ് ഇയർ ആണ്. അത് നമ്മൾ കൂട്ടണം. +1 ഡിവൈഡഡ് ബൈ 7. 5 5 10, 10 5 15, 15 5 20, 21 21/7 എന്ന് പറയുന്നത് 3. റിമൈൻഡർ എന്താ വരുന്നത്? 0. ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ 400 വർഷം 400 ഇയർ ആകുമ്പോൾ എത്ര ഓഡ് ഡേ? 0 ഓഡ് ഡേ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സമ്മറി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓർഡിനറി ഇയറിൽ നമുക്ക് വരുന്നത് 1 ഓഡ് ഡേ ആണ്, ലീപ്പ് ഇയറിൽ 2 ഓഡ് ഡേ, 100 വർഷം 5 ഓഡ് ഡേ, 200 വർഷം 3 ഓഡ് ഡേ, 300 വർഷം 1 ഓഡ് ഡേ, 400 വർഷം 0 ഓഡ് ഡേ. ഇതിൽ നല്ല സൂപ്പർ ഒരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തരാം. സെഞ്ചുറി ലീപ്പ് ഇയേഴ്സ് വരുമ്പോൾ അവിടെ 0 ഓഡ് ഡേയ്സ് ആയിരിക്കും. എന്താണ്? സെഞ്ചുറി ലീപ്പ് ഇയേഴ്സ് വരുമ്പോൾ അവിടെ 0 ഓഡ് ഡേയ്സ് ആണ്. അതായത് 400, 800, 1200, 1600, 2000, ഈ ഇത്രയും ഇയേഴ്സ് വരുമ്പോൾ നമുക്കവിടെ എത്ര ഓഡ് ഡേ വരത്തുള്ളൂ? 0 ഓഡ് ഡേ വരത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? അപ്പോൾ ഓക്കെ, എല്ലാവരും. അപ്പോൾ നമ്മൾ എന്തൊക്കെയായിരുന്നു കൃത്യമായിട്ട് നമ്മൾ പഠിച്ചത്? ഡേ എന്താണെന്ന് പഠിച്ചു, വീക്ക് എന്താണെന്ന് പഠിച്ചു, ഇയർ എന്താണെന്ന് പഠിച്ചു. ആ ഇയർ നമ്മൾ പഠിച്ചു വന്നപ്പോൾ ഓർഡിനറി ഇയർ എന്താണ്, ലീപ്പ് ഇയർ എന്താണ്, ഇനി ഒരു ഇയർ സെഞ്ചുറി ലീപ്പ് ഇയർ എന്താണ്, സെഞ്ചുറി ഇയർ എന്താണ്. അപ്പോൾ സെഞ്ചുറി ഇയർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചത് ഓഡ് ഡേ കോൺസെപ്റ്റ് ആണ്. അതിൻ്റെ സമ്മറി നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ, ഓഡ് ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവൈഡ് ബൈ 7 ചെയ്യുക, റിമൈൻഡർ 0, റിമൈൻഡർ എന്താണോ വരുന്നത് അതാണ് നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും സ്പെസിഫൈ ചെയ്ത് പഠിക്കേണ്ടത് നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് ഇൻ ഓർഡിനറി ഇയർ എത്രയാണ്, ലീപ്പ് ഇയർ എത്രയാണ്, 100 വർഷം എത്ര ലീപ്പ് ഇയർ ആണ്, 200 വർഷം എത്ര ലീപ്പ് ഇയർ ആണ്, 300 വർഷം എത്ര ലീപ്പ് ഇയർ ആണ്, 400 വർഷം എത്ര ലീപ്പ് ഇയർ ആണ്. കറക്റ്റായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവരും നല്ല കൃത്യമായിട്ട് തന്നെ നോക്കുക. നമുക്ക് ബാക്കി ഈ നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ അകത്ത് നമുക്ക് വരുമ്പോൾ ഈ ഓഡ് ഡേയ്സും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണോ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്, ഏതൊക്കെ കോൺസെപ്റ്റ് എങ്ങനെയൊക്കെ വരും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പം എല്ലാവരും കൃത്യമായിട്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ കറക്റ്റ് ക്ലാസ്സും കാര്യങ്ങളും കാണുക, ബെൽ ബട്ടൺ അമർത്തുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുക. ഓക്കെ, താങ്ക് യു.